ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. പുണ്യാത്മാക്കളെ, വിചാരധാരയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം മൃത്യുഞ്ജയ മന്ത്രം, അതിൻ്റെ തത്വം എന്താണ് എന്നതാണ്. വീടുകളിലും ക്ഷേത്രങ്ങളിലുമായി വിശ്വാസമുള്ള ഹിന്ദുക്കൾ മൃത്യുഞ്ജയ ഹോമം ചെയ്യിക്കുക, അർച്ചന ചെയ്യിക്കുക എന്നുള്ളൊരു സമ്പ്രദായമുണ്ട്. മൃത്യുഞ്ജയ, മൃത്യുവിനെ ജയിച്ചവൻ എന്നാണ് എൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ മരിക്കില്ല. എന്നാൽ ഈ ഹോമം ചെയ്യുന്നവരും ചെയ്യിക്കുന്നവരും കാലാന്തരത്തിൽ മരിച്ചു പോകുന്നു. അപ്പോൾ ഈ പറഞ്ഞ വാക്കിന് എന്താണ് പ്രസക്തി അല്ലെങ്കിൽ സത്യം എന്നുള്ളത് മനസ്സിലാക്കും. ഒരിക്കലും മൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ തത്വം ഗ്രഹിച്ചവർ മരിക്കില്ല. സത്യം അത് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ വേനൽക്കാലമായി കഴിഞ്ഞാൽ വെള്ളരി കൃഷി ചെയ്യാറുണ്ട്, പറമ്പിലും പാടത്തും ഒക്കെ. അതിൻ്റെ വിത്ത് ശേഖരിച്ചത് കഴിഞ്ഞ വർഷത്തെ കൃഷിയിലെ വെള്ളരിക്കായിൽ നിന്നായിരുന്നു. അങ്ങനെ ഈ വർഷം നമ്മൾ കൃഷി ചെയ്തു, പൂത്തു, നല്ല കായുണ്ടായി, വിളവുണ്ടായി. ഈ വെള്ളരി കൊടിക്ക് ഒരു കാലാവധിയുണ്ട്. ആ കാലാവധി കഴിയുമ്പോൾ അത് താനേ ഉണങ്ങിപ്പോകും. അതിൻ്റെ ആയുസ് അത്രയേ ഉള്ളൂ. എന്നാൽ അതിൽ ഉണ്ടായ കായ ഉണങ്ങില്ല. അത് വള്ളിയിൽ നിന്നും ബന്ധം വിട്ട് അവിടെ സ്വർണം പോലെ തിളങ്ങും. അത് നമ്മൾ ആവശ്യത്തിനുള്ള വിത്തിന് വേണ്ടതായ കായ എടുത്ത് ഓലക്കൊടിയിലോ വള്ളിയിലോ കെട്ടി അട്ടത്ത് കെട്ടിത്തൂക്കും. അത് അടുത്ത വർഷത്തേക്കുള്ള വിത്താണ്, അതായത് ബീജം. അപ്പോൾ ഇതുപോലെ ഈ ശരീരം പഞ്ചഭൂതങ്ങളാൽ ഉണ്ടായതാണ്. ഇതിന് ഒരു കാലാവധിയുണ്ട്. ആ കാലാവധി ആവുമ്പോൾ ഈ ശരീരം പതിക്കുന്ന, അല്ലെങ്കിൽ മരണപ്പെടുന്നു. വാസ്തവം, എല്ലാവർക്കും അത് അനുഭവമാണ്. ഈ വെള്ളരി കൊടി, അതാണ് ഈ ശരീരമെന്ന് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്നും വേറിട്ട് കിടക്കുന്ന അടുത്ത ജന്മത്തിലേക്ക്, അത് അതിൻ്റെ വിത്ത് അടുത്താണ് അടുത്ത വർഷം നമ്മൾ കൃഷി ചെയ്യാൻ പോകുന്നത്. ആ ജന്മത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ബീജം, വിത്ത്, അതാണ് ആത്മാവ്.
വള്ളി ശരീരം ഉപേക്ഷിക്കുന്നതോട് ആത്മാവ് അടുത്ത ശരീരം സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലായി. അപ്പോൾ ആരാ മരിച്ചത്? വള്ളി അഥവാ ശരീരം. ആ ശരീരത്തിന് നിലനിർത്തിക്കൊണ്ടിരുന്നതായ ആ ആത്മചൈതന്യം അടുത്ത ശരീരത്തിന് സ്വീകരിക്കാൻ കാത്തിരിക്കുന്നു. മരിച്ചിട്ടില്ല, മരിക്കുന്നുമില്ല. ഇതുപോലെ ഈ ഹോമം ചെയ്യുന്നവരും ചെയ്യിക്കുന്നവരും ഈ തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ ശരീരമല്ല ആത്മാവാണ് എന്നുള്ള തത്വം ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ മരിക്കില്ലല്ലോ. ഇതാണ് എൻ്റെ വാസ്തവം. ഇത് മനസ്സിലാക്കാതെ ഈ ശരീരം നിലനിർത്താൻ വേണ്ടി പ്രപഞ്ച വിഷയ ഭോഗങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. ഈ തത്വം ഒന്ന് മനസ്സിലാക്കി ചെയ്യാൻ നിങ്ങൾ മരിക്കില്ല. അതാണ് മൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ തത്വം. ഹരി ഓം.